ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോഴേ ഇന്നത്തെ ദിവസത്തെ ഒരു രാവിലത്തെ ഫുഡാണ് ചിരട്ടപ്പുട്ടും കടലക്കറിയും. തേങ്ങ അരച്ച് വറുത്തരച്ച തേങ്ങക്കറി കേട്ടോ, കടലക്കറി. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് നമുക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ 25ാമത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ കുഞ്ഞുമക്കളെ കൊണ്ടുവരാൻ വേണ്ടി പോകാൻ ഒരുങ്ങുകയാണ്. അവരും കൂടെ കൊടുന്നിട്ടായിരിക്കും നമ്മുടെ മറ്റ് ആഘോഷങ്ങൾ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചങ്കള ഇനിയിപ്പോൾ നമുക്ക് ബേബിനെയും കുട്ടീനെയും കൊണ്ടുവരുന്ന പരിപാടിയാണ്. അവർ പോയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. പക്ഷേ എങ്കിലും കൂടിയിട്ട് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് നമ്മളവരെ കൊണ്ടുവരികയാണ്. നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് 25 വർഷം, 1/4 നൂറ്റാണ്ട് അല്ലേ, അങ്ങനെയുള്ള പറച്ചില്ലേ. അപ്പോൾ നമ്മൾ പിള്ളേരെ കൊണ്ടുവരാൻ പോവാണ്. പോയിട്ട് വരാം. അപ്പോൾ ഇന്ന് നമുക്ക് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് സ്പെഷ്യൽ ഫുഡാണ്. നമ്മൾ ഉണ്ടാക്കിയൊന്നല്ല കേട്ടോ, നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നതാണ്. ഹാഫ് മന്തി, വെറും ഹാഫ് മന്തി. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. ബേബിയും പെണ്ണൊക്കെ ഒരു ക്വാർട്ടറേ കഴിക്കുള്ളൂ. പിന്നെ ഞാനല്ലേ ഉള്ളൂ, 3 ആളല്ലേ ഉള്ളൂ. ബേബിനിപ്പോൾ നമ്മൾ പോയി കൊടുന്ന കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്ക് കേക്ക് വാങ്ങിച്ചു, കുറച്ച് റൈസും മന്തി റൈസ് വാങ്ങിച്ചു. അപ്പളേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും ഉഷാറല്ലേ? ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ചെറിയൊരു ആഘോഷം, ഞാനും ബേബിയും പെണ്ണും ഒറ്റയ്ക്ക് അമ്പിളി. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ ബേബിൻ്റെ വക കേട്ടോ. ബേബി കേക്കൊക്കെ സെറ്റാക്കി വെച്ചേക്കണം. ഇനിയിപ്പോൾ എന്താ അവസ്ഥ നമുക്കല്ല നോക്കണം. പിന്നെ മന്തി നമ്മൾ വാങ്ങിക്കണ്, ഒരു ഹാഫ് മന്തി കൊടുന്നു ചെറുതായിട്ട്. ഒന്ന് പെണ്ണിന് ഫ്രീ ആയിക്കോട്ടെ. അപ്പോൾ ജെണ്ണായി ഇറങ്ങിയ ദിവസമല്ലേ, ഒന്ന് ആലോചിച്ചോക്കാണി. 25 കൊല്ലമായിട്ടോ, 25 വർഷം. മാഷല്ലാ. അങ്ങനെ ബേബിനെ കിട്ടി, വാവനെ കിട്ടി, ബേബിനെ കിട്ടി. ബേബിക്കൊരു ബേബിനപ്പം കിട്ടി. അപ്പോൾ 25 വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് 1.5 വയസ്സ് കഴിഞ്ഞൊരു മോളുണ്ട്, പേരക്കിടാവ്. അൽഹംദുലില്ലാ, വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമുക്ക് കേക്കൊക്കെ മുറിക്കണം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. കേക്കൊക്കെ മുറിച്ചിട്ട് നമ്മൾ ലൈവിൽ വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ബേബിനെ ഞാൻ കുറച്ച് നേരത്തെ പോയി കൊടുന്ന കേട്ടോ. ബേബി വരുന്ന വീഡിയോസൊക്കെ ഒന്നും എടുത്തിട്ടില്ല. ബേബിനെ നമ്മൾ കൊണ്ടുവരാൻ പോകണത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു വീഡിയോ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി കേക്ക് കട്ട് ചെയ്യണം, കാണാം. ഓക്കെ മുത്തോണിയല്ലേ, പെണ്ണുവിന് എന്താ പറയണം നോക്കാം നമുക്ക്. 25 years ബാക്ക് പറഞ്ഞോളൂ. ദുരന്ത ദിവസം അല്ലേ? ദുരന്തം പറഞ്ഞപ്പോൾ ഇത്രയും വർഷം ജീവിച്ചിട്ട് ദുരന്തം നടന്നിട്ട് പെണ്ണിന് ദുരന്തം ഒന്നും അല്ല അത്രേ. അൽഹംദുലില്ലാ, പെണ്ണൂൻ്റെ ആഗ്രഹം പോലെയൊക്കെ നടക്കട്ടെ അല്ലേ. നമ്മളെ വാവാച്ചിയും കൂടിയും വേണ്ടിയിരുന്നു. വാവാച്ചി ഇവിടെ അല്ല, വാവാച്ചി ഇൻഷാല്ലാ വരുന്നുണ്ട്. അധികം വൈകാതെ വരുന്നുണ്ട്. അത് ആലോചിക്കേണ്ടത്, അതൊന്നും കുഴപ്പമില്ലേ. അപ്പോൾ പെണ്ണു 25 വർഷമായിട്ടൊന്നും പറയാല്ല. നമ്മളെ പ്രേക്ഷകരോട്, നമ്മളെ സബ്സ്ക്രൈബറോട് ഒന്നും പറയാല്ല, പെണ്ണിനൊന്നും പറയാല്ല അത്ര കേട്ടോ. പെണ്ണ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പെണ്ണ് ജീവിച്ച് തീർത്തു എന്ന് പറഞ്ഞാൽ 25 വർഷം. നമ്മളൊക്കെ ജീവിച്ച് തീർത്തിക്കാനല്ലേ. അപ്പം അങ്ങനെ. അപ്പോൾ ഏതായാലും കൂടുതൽ വർണ്ണിക്കണമൊന്നുമില്ല, എൻ്റെ ആവശ്യമൊന്നും തോന്നില്ല. അപ്പോൾ വളരെ ഉഷാറായി മുന്നോട്ട്, ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലം മുന്നോട്ട് പോവുക ഇൻഷാ അല്ലാഹ്. അതാണ് പുതിയ തീരുമാനം. കഴിഞ്ഞ ഒരു കാലഘട്ടം എങ്ങനെയെന്നുള്ളതിനപ്പുറം ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയെന്നുള്ളതാണ് നമ്മുടെ പുതിയ പദ്ധതികളും പ്ലാനുകളും. ഇനി 25 വർഷമല്ല, ഇനിയും ഒരുപാട് കാലം ജീവിക്കാൻ സാധിക്കട്ടെ. ഒരുമിച്ച് തന്നെ കുടുംബവും കൂട്ടൊക്കെ ആയിട്ട് മക്കളുടെ സന്തോഷം കണ്ട് മക്കളുടെ കൂടെയൊക്കെ ജീവിക്കാൻ നമുക്ക് കഴിയുക, പേരക്കുട്ടികളുടെ കൂടെ ജീവിക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഭാഗ്യമല്ലേ. അൽഹംദുലില്ലാ, നമ്മളതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മളെ കുട്ടികളുടെ കൂടെ. തീർച്ചയായിട്ടും ഇപ്പോൾ വാവനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. വാവയാണ് ആദ്യത്തെ കിടാവ്. വാവ ഇൻഷാ അല്ലാഹ് വരും. വാവ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു പൊളിക്കണം. വാവ
വാവ് പോയിട്ട് 3.5 കൊല്ലമായില്ലേ. അത് നമുക്കങ്ങനെ ചെറുതായിട്ടല്ല, നമുക്ക് ഭയങ്കര വിഷമമുണ്ട്, ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ട് വാവ ഇവിടെ കൂടെ ഇല്ലാത്തതിലൊക്കെ. പക്ഷേ അതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ടങ്ങനെ. അപ്പോൾ നമ്മളെ 25ാമത് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ചെറിയൊരാഘോഷം, വളരെ സിമ്പിളായിട്ട് ലൈറ്റ് ക്ലിയർ ഉണ്ടോ? അപ്പോൾ 25ാമത് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ചെറിയ സിമ്പിൾ പരിപാടി, ചെറിയൊരു കട്ടിങ്. അത്ര എടുക്കണ്ട പോയി ചെറുതെടുത്തോ. കട്ട് ചെയ്തോ. അപ്പൊ ആനിവേഴ്സറി കട്ടിങ് കഴിഞ്ഞു. അപ്പൊ അമ്പിളിക്കാണ് ജോലിയായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇപ്പം നിങ്ങൾ കണ്ടത് ചെറിയൊരു കേക്ക് കട്ടിങ് ആട്ടോ. ഇത് ആഘോഷത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് അമ്പിളിയാണ്. കണ്ടോ, പരമാവധി അമ്പിളി കിട്ടി. വെറുതെ രസട്ടോ, ചുമ്മാ. അപ്പോൾ അത് നമ്മളെ 25ാമത് വിവാഹ വാർഷികം നമ്മളിന്ന് ആഘോഷിച്ച് കഴിഞ്ഞു. ഭക്ഷണം കഴിച്ചു, കേക്കും കട്ട് ചെയ്തു. പെണ്ണോ പറയൂ, എന്തൊക്കെ? അതങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു എന്നാ പെണ്ണ് പറയണ്ടേ, വേറെ പ്രത്യേകിച്ച് പെണ്ണിന് പറയാനല്ല. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യുക, പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. ഇനിയും ഒരുപാട് കാലം ദീർഘായുസ്സും ആഫിയത്തോടു കൂടി ജീവിക്കാൻ നമുക്കും എല്ലാവർക്കും നമുക്ക് ബന്ധപ്പെട്ടവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊന്നും ആഘോഷിക്കാൻ വിചാരിച്ചൊന്നുമല്ല, നമ്മൾ വാവല്ലാത്തതുകൊണ്ട് അങ്ങനെ ആഘോഷങ്ങളൊന്നുമില്ല. ചെറിയ പരിപാടി. ഞങ്ങൾ വേറെ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പാളി കിടക്കുകയാണ് വാവല്ലാത്തതുകൊണ്ട്. ഷിബി ഇല്ല, ഷിബി കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങൾ തകർക്കും. ബേബി വേണോ? ബേബി ഞങ്ങൾ തിന്നട്ടെ, ബേബി എന്നിട്ട് തിന്നെ. ബേബിക്കൊരു സപ്പോർട്ടില്ല കേട്ടോ. ബേബിക്ക് ഒരു ക്ഷമ എന്ന് പറയുന്ന സംഭവമല്ല. അപ്പോൾ ഞങ്ങളെ 2ാമത്തെ കൺമണി ബേബി. 1ാം കൺമണി വാവോടെ അല്ല, ബേബിൻ്റെ ഹസ്ബൻഡ് ഷിബി, നമ്മുടെ മോൻ, അവനും ഇവിടെ ഇല്ല. അപ്പോൾ ആരുമില്ലാതെ ഞങ്ങൾ മാത്രം ചെറുതായിട്ടൊരാഘോഷം. അപ്പോൾ എന്തൊക്കെയാണ് പറയാം പിണ്ണുസേ? അപ്പോൾ ഇൻഷാ അല്ലാ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ ഇൻഷാ അല്ലാ.